ഓം ശാന്തി. ഒരു മനുഷ്യൻ്റെ ചിന്താധാര അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും അടിസ്ഥാനശില തന്നെയാണ്. ചിന്തകളാണ് ജീവിതത്തെ വിജയിപ്പിക്കുന്നതും ചിന്തകൾ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തോൽപ്പിക്കുന്നതും. ഒരു കൊച്ചു മീൻപിടുത്തക്കാരൻ്റെ കഥ ഞാൻ ഓർത്തു പോവുക ഈ സന്ദർഭത്തിൽ. ഒരിക്കൽ ഒരാൾ മോർണിംഗ് വാക്കിന് വേണ്ടി ഒരു നദിയുടെ അരികിലൂടെ നടക്കുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു മീൻപിടുത്തക്കാരൻ ഒരു ചെറിയ വലയെറിഞ്ഞുകൊണ്ട് ആ നദിയിൽ നിന്ന് മീൻ പിടിക്കുന്നയാൾ കണ്ടു. സാധാരണഗതിയിൽ മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കുമ്പോൾ വലിയ മീനിനൊക്കെ പറക്കിയെടുക്കും, കുഞ്ഞു മീനുകൾ ചത്തിട്ടില്ലെങ്കിൽ അതിന് തിരിച്ച് പുഴയിലേക്ക് എറിയാറുണ്ട്. എന്നാൽ ഇയാൾ നോക്കുമ്പോൾ കാണുന്നു ഈ വലിയ മീനിനൊക്കെ ഇയാൾ പിടിച്ച് പുഴയിലേക്ക് എറിയുന്നു, ചെറിയ മീനിനെയൊക്കെ തൻ്റെ കൂടയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് അത്ഭുതമായി. അങ്ങോട്ട് നടക്കുമ്പോൾ അയാൾ കണ്ടു, തിരിച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ നോക്കുമ്പോൾ ചെറിയ മീനുകൾ കുറേ ആയിരിക്കുന്നു കൂടയിൽ, പക്ഷേ വലിയ മീനൊന്നും പോലും ഇല്ല. അപ്പോൾ അയാൾ നോക്കുമ്പോൾ വലിയ മീനെ പിന്നെയും ഇയാൾ പിടിച്ച് നദിയിലേക്ക് എറിയുകയാണ്. അപ്പോൾ ഇയാൾ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ഈ മീൻപിടുത്തക്കാരനോട്. അപ്പോൾ തീർച്ചയായിട്ടും സാറേ ചോദിച്ചോളൂ എന്ന് പറയും. അല്ല, ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ മീൻപിടുത്തക്കാരും വലിയ മീനിനെയൊക്കെ തന്നെ തൻ്റെ കൂടയിലിട്ടിട്ട് കുഞ്ഞു മീനുകൾ നദിയിലേക്ക് തിരിച്ചെറിയുന്നതാണ്. പക്ഷേ നിങ്ങൾ നേരെ തിരിച്ച് കുഞ്ഞു മീനുകളൊക്കെ പിടിക്കുന്നു, വലിയ മീൻ നദിയിലേക്ക് തിരിച്ചെറിയുന്നു. എന്തുകൊണ്ടാണ് ചോദിക്കുക? അവർ എൻ്റെ വീട്ടിലെ ഫ്രൈയിങ് പാൻ തീരെ ചെറുതാണ്, അതിലിട്ട് പൊരിക്കാവുന്ന മീനിനെ മാത്രമേ ഞാൻ പിടിക്കാറുള്ളൂ എന്ന്. ഈ ഫ്രൈയിങ് പാൻ എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ അടുക്കളയിലെ പാൻ മാത്രമല്ല, നമ്മുടെ ഈ പാനും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്ര വലിയതായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ അത്രയും വലുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കും. എത്ര ചെറുതായിട്ട് ചിന്തിക്കുന്നുണ്ടോ അത്രയും ചെറുതായിട്ടേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് എന്ത് വൈബ്രേഷൻ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടോ അത് മാത്രമേ പ്രപഞ്ചത്തിന് നമുക്ക് തരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വലുതായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് വലുതായിട്ട് പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ. മനുഷ്യന്മാർ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ചെറുതായിട്ട് എനിക്ക് ഇത്രേ പറ്റൂ, ഇങ്ങനെ സാധിക്കൂ, ഇങ്ങനെ ചെയ്യാനാവൂ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എല്ലാം ആ ലെവലിൽ വരെ മാത്രമേ നിൽക്കുള്ളൂ. എങ്ങനെയാ അത്ര വലുതായി ചിന്തിക്കുക? അത് വെറും ഡ്രീം അല്ലേ, ഇമാജിനേഷൻ അല്ലേ? അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ? ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്താധാരയെങ്കിൽ തീർച്ചയായിട്ടും അതേ നടക്കുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മഴ പെയ്യുന്ന സമയത്ത് അതിവിശാലമായിക്കൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സ്വിമ്മിംഗ് പൂളാണെങ്കിൽ, ഒരു കുളമാണെങ്കിൽ അതും നിറയാറുണ്ട്, കിണറും നിറയാറുണ്ട്. നമ്മൾ എടുക്കാൻ വെച്ചതായിരിക്കുന്ന പാത്രം ഒരു കൊച്ചു പാത്രമാണെങ്കിൽ അതിൽ നിറച്ച് വെള്ളം എടുക്കാനേ നമുക്ക് സാധിക്കൂ. അഥവാ ആരെങ്കിലും ഒരു സ്പൂണിൽ വെള്ളം എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മഴവെള്ളത്തിൽ അത്ര മാത്രമേ അവരുടെ അടുത്ത് ശേഖരിക്കപ്പെടാറുള്ളൂ. മഴവെള്ളം ഒരു സ്പൂൺ മാത്രം ഒരാളുടെ കയ്യിൽ ശേഖരിക്കപ്പെട്ടു എന്നത് കുറഞ്ഞ മഴ പെയ്തതുകൊണ്ട് സംഭവിച്ചതല്ല. മഴവെള്ളം ഒരു ചെറിയ പാത്രത്തെ നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് മഴ കുറച്ചു പെയ്തുകൊണ്ട് സംഭവിച്ചതല്ല. നമ്മൾ വെച്ചതായിട്ടുള്ള പാത്രം അത്രയേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ റിസപ്ഷൻ അത്രയേ ആവുന്നുള്ളൂ. അതുപോലെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം നമുക്കെല്ലാം തരാൻ വേണ്ടി തയ്യാറാണ്. ഈ പ്രകൃതി നമ്മളെല്ലാത്തിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ഈശ്വരൻ ഓരോ സ്റ്റെപ്പിലും ഹിമ്മത്തെ ബച്ചേ മദതേ ഖുദ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമുള്ളവനെ ഭഗവാൻ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. പക്ഷെ ധൈര്യം എന്നതായിരിക്കുന്നു ഒരു കാൽ വെക്കാൻ വേണ്ടി. നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പം എത്ര വേണോ അത് നിശ്ചയിക്കാനുള്ളതായിരിക്കുന്ന ധൈര്യം അത് നമ്മൾ കാണിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് നമുക്ക് പുറത്തിറങ്ങേണ്ടി വരും. നമ്മൾ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടി വരും. എത്ര റിസ്ക് എടുക്കുന്നുണ്ടോ അത്രയും ഒരു മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി കൂടുകയുള്ളൂ. ക്രിയേറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് പുതിയതായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങുകയുള്ളൂ. ആ ആശയങ്ങൾ മുന്നോട്ടതായിട്ടുള്ള വഴിയിൽ നമുക്ക് ശക്തിയാകുകയുള്ളൂ. തോൽവികളെല്ലാം തന്നെ വിജയത്തിലേക്ക് മാറ്റാനുള്ളതായിരിക്കുന്ന ഊർജ്ജമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നമ്മുടെ ചിന്താധാരയെ നമുക്ക് മാറ്റാൻ പറ്റണം. അത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ചിന്താധാരയെ മാറ്റൂ, ചിന്താധാരയെ മാറ്റുന്ന എല്ലാവരും പറയും. ചിന്താധാരകളെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പഠനം. നമ്മൾ എല്ലാ ദിവസവും നല്ല ജീവിതത്തിൽ വിജയം വരിച്ചതായിരിക്കുന്ന നല്ല ആളുകളുടെ, മഹാത്മാക്കളുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ വായന ഒരു മനുഷ്യൻ്റെ ചിന്താധാരയെ തന്നെത്താൻ വളർത്തും. അവർക്ക് ആ ഒരു മെച്യൂരിറ്റി ലൈഫിൽ വരാൻ തുടങ്ങും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനതായിട്ടുള്ള ശക്തി തന്നെത്താനായിട്ട് വരാൻ തുടങ്ങും. രണ്ടാമത്തെ ഒരു കാര്യം, എന്ത് കാര്യമാണോ ചിന്തിക്കുന്നത് അത് വെറുതെ ചിന്തിച്ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി കുറേ നാളായി, എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് സ്വയം നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും. അവിടെ നമ്മൾ തോറ്റുപോകും.
അതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പെർഫെക്റ്റ് ആക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ വലിയ ചിന്തയിൽ 1% ഒരു ദിവസം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അതുകൊണ്ട് വലുതായി ചിന്തിക്കാൻ വേണ്ടി നല്ല വായനയിലൂടെ പോസിറ്റീവ് തോട്ട്സിനെ, എങ്ങനെയാണോ ഫുഡ് ഒരാൾക്ക് ഹെൽത്ത് മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും അയൺ ടാബ്ലറ്റ് കൊടുക്കൂ, അല്ലെങ്കിൽ വിറ്റാമിൻ ടാബ്ലറ്റ് കൊടുക്കൂ, മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് കൊടുക്കൂ എന്ന് പറയുന്നത്, അതുപോലെ നമ്മുടെ ചിന്തകളിലെ വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ, അതിനുള്ളിൽ നിന്ന് ഭയവും ടെൻഷനും നിരാശയും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തോട്ട്സിൻ്റെ ഒരു ഫ്ലോ നിർബന്ധമാണ്. ദിവസവും കുറച്ച് സമയം നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് മനനം ചെയ്യാൻ വേണ്ടി, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആ ഊർജം നമ്മുടെ പാത്രത്തെ വലുതാക്കാൻ, നമ്മുടെ ബുദ്ധിയിൽ ശക്തി നിറയ്ക്കാൻ വേണ്ടി. ഞാൻ കേട്ടിട്ടുണ്ട്, സിംഹത്തിന്റെ പാല് സ്വർണ്ണപാത്രത്തിലേക്ക് അറക്കാവൂ എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് പറയും. എന്നുവെച്ചാൽ അർത്ഥം സിംഹത്തിന്റെ പാല് ഉൾക്കൊള്ളണമെങ്കിൽ അത്ര സ്വർണത്തിന്റെ പാത്രം കൊണ്ടുപോകണം എന്നല്ല. നിങ്ങൾക്ക് അത്രയും ശക്തിശാലിയായിരിക്കുന്ന സങ്കല്പധാര മനസ്സിൽ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. ശുദ്ധമാവുക എന്ന് വെച്ചാൽ അർത്ഥം ചിത്തത്തിൽ നിന്ന് ഭയവും ടെൻഷനും നിരാശയും ഇല്ലാതാക്കാൻ പറ്റണം. ചിത്തത്തിൽ നിന്ന് ഭയവും ടെൻഷനും നിരാശയും ഇല്ലാതാക്കണോ, അതിന് ഒരേ ഒരു പോംവഴിയുള്ളൂ, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഉപബോധ മനസ്സുകളെ ശുദ്ധീകരിക്കും. പോസിറ്റീവായിരിക്കുന്ന സ്റ്റഡി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതിശക്തമായിരിക്കുന്ന സ്രോതസ്സായി പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഒപ്പം എനിക്ക് ചെയ്യണം എന്നതായിരിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നതായിരിക്കുന്ന ഡ്രീം അല്ലെങ്കിൽ ആ ഒരു വിഷൻ അത് സത്യമാക്കാൻ വേണ്ടി ഇന്ന് 1% ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കും എന്ന ഒരു ദൃഢപ്രതിജ്ഞ കൂടെ നിങ്ങൾ എടുക്കുമെങ്കിൽ ഈ 2 കാര്യങ്ങളെയും സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ നമ്മളറിയാതെ നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആവാൻ തുടങ്ങും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനും ഉണ്ട്, അതായത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ സംഘത്തിൽ നിന്ന് പരമാവധി എത്ര മാറി നിൽക്കാൻ സാധിക്കുമോ അത്രയ്ക്ക് മാറി നിൽക്കുന്നത് നല്ലതാണ്. ഇനി അഥവാ നമ്മുടെ വീട്ടിലാണ് അത്തരം ആളുകളുള്ളത് നിങ്ങളെ നിരാശപ്പെടുത്തുന്നവരെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന അവശ്യ കാര്യങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നടത്തൂ. ബാക്കി സമയം ഒറ്റയ്ക്കിരുന്ന് ബുക്ക് വായിക്കാൻ, നല്ല വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ട് പഠിക്കാൻ, മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ന് ഹൈലി എഫക്റ്റീവ് ആയിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള പേഴ്സൺസുമായിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം സൂക്ഷ്മത്തിൽ പിന്നെ സ്ഥൂലത്തിൽ, അതായത് ആദ്യം മാനസികമായിക്കൊണ്ട് പിന്നെ മറ്റൊന്ന് ഭൗതികമായിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ടെക്നിക്കിനെ നിങ്ങളുടെ സപ്പോർട്ടാക്കി മാറ്റൂ. എന്നിട്ട് സംഘത്തിൻ്റെ ശക്തി എടുക്കൂ. ഈ 2 കാര്യങ്ങളും, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, പോസിറ്റീവ് തോട്ട്സ് പഠിക്കണം, മറ്റൊന്ന് സംഘത്തിൻ്റെ സപ്പോർട്ട് അഥവാ ഇൻസ്പിറേഷൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിയുടെ ഫ്രൈ പാൻ്റെ വലുപ്പം കൂട്ടാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലെ ഡ്രീംസ് ആകുന്ന മത്സ്യങ്ങൾ വലുതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവസാനം തിമ്മിങ്കലത്തെ പോലും നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.